നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഈസി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മീൻ കറി എന്ന് പറയുമ്പോൾ മീൻ മുളകിട്ടത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഈ മീൻ മുളകിട്ടതിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെസിപ്പിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ജാൻചേട്ടൻ്റെ പ്രിയപ്പെട്ട ഒരു മീൻ കറിയാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എടുക്കണ്ട, കുടംപുളി വേണ്ട, തക്കാളിയും കോൽപ്പുളി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ടത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മീൻ മുളകിട്ടത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മീൻ മുളകിട്ടത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പുളിവെള്ളം റെഡിയാക്കുകയാണ്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായി പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. ആദ്യമേ തന്നെ പുളിവെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ ഒരുപാട് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പുളിവെള്ളം ആദ്യം തന്നെ റെഡിയാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാം. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളകിന്റെ പേസ്റ്റ് ആണ്. ഞാൻ ഇതിൽ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിരിക്കുന്ന മുളകിന്റെ പേസ്റ്റാണിത്. ഇതിങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് എണ്ണയിലോട്ട് മുളക് പൊടി തന്നെയായിട്ട് ചെയ്യുമ്പോൾ ചിലവർക്ക് മുളക് പൊടി കരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുളക് പേസ്റ്റ് ആക്കിയതിന് ശേഷം ചേർക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോവില്ല. അത് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതേസമയം നിങ്ങളുടെ മീൻ കറിക്ക് കുറച്ച് തിക്നെസ് കൂടണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മീൻ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. നമുക്കിനി മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ആദ്യം മീൻ ചട്ടിയിൽ വെക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തതാണ്. പക്ഷെ എന്ത് പറ്റുന്ന അറിയോ, ഈ പുകഞ്ഞ് പിടിക്കുന്നു. അപ്പോൾ എക്സോസ് ഫാൻ ഇടേണ്ടി വരും. എക്സോസ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല. മാത്രമല്ല ഇവിടെ നമ്മുടെ വാച്ച്മാൻ ചേട്ടൻ വരികയും ചെയ്യും ഇവിടെ ഫയർ അലാം അടിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്രസന്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉലുവ, 2 പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 15 ചെറിയുള്ളി ഇല്ലെങ്കിൽ 1 സവാള വളരെ നൈസാക്കി എരിഞ്ഞത്, അതുപോലെ തന്നെ 2 പച്ചമുളക്. ചെറിയുള്ളി 2ആയിട്ട് മുറിച്ചിടണം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരട്ടെ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ടെന്ന് തീ കുറയ്ക്കണം. തീ കുറച്ചതിന് ശേഷം നമ്മുടെ മസാല പേസ്റ്റ്, അതായത് മുളക് പൊടിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതങ്ങ് കുക്ക് ചെയ്യണം കേട്ടോ. സമയമെടുക്കും. കാരണം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുന്ന കാരണം 5 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിൽ ഇതങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒരു അല്പം ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉലുവപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കുന്ന ഉലുവയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് 5 മിനിറ്റോളം ചെറിയ തീയിൽ നിങ്ങൾ വഴറ്റി കൊടുക്കാം. ആ മുളകിന്റെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. അതിലോട്ട് 1.5 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. ചെറിയ തക്കാളി ആയതൊന്ന് 1.5 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം, അതായത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തക്കാളി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്ന. അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം കയ്യിൽ വെച്ചിട്ട്. ഞാൻ എൻ്റെ മീൻ ചട്ടിയിലോട്ട് മാറ്റട്ടെ കേട്ടോ. ഇത് ഇനി പുകയില്ല എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രുചിച്ച് നോക്കണേ. അതിനുശേഷം 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ രുചി ഒന്ന് നോക്കാം. ആഹാ, ഏറ്റവും നല്ലോണം ഉണ്ട്. കുറച്ചും കൂടി പുളി വേണം. അപ്പം അതിൻ്റെ അരഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് കൂടുതൽ പുളിവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ സമയത്ത് പിന്നെ പുളിവെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ പിന്നെയും പുളി പിഴിയാൻ നടക്കണം. ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന്
ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തുറന്ന് വെച്ചാൽ മതി, അടച്ചു വെക്കണ്ട. ചിലവർക്ക് മീൻകറിയിൽ നല്ലോണം പുളി വേണം, ചിലവർക്ക് കുറച്ച് പുളി കുറവായിരിക്കും. ആ പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീനിടാതിന് മുമ്പ് നന്നായി തിളച്ചിട്ടുണ്ട്, 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്മൾ ചേർത്തിരിക്കുന്ന പുളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 15 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് കയ്യിലിടണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ മീൻകറി 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര വെള്ളം വറ്റിക്കണോ അത്രയും നേരം വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യാം. അതേസമയം കുറച്ചും കൂടെ തിക്കാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വറ്റിച്ചെടുത്തതിന് ശേഷം ഓഫ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ ചാറ് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 3 പച്ചമുളക്. ഇതിന്റെ എരി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ പച്ചമുളക് അവസാനം ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചങ്ങ് വെക്കുക. ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചുറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയാവുമ്പോഴേക്കിനും സൂപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മീൻകറി ആവാന്ന് പറയാ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത്രയും രുചിയുള്ളതും അതുപോലെ തന്നെ ഈസി ആയതുമായ ഈ മീൻകറി ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിന്റെ ചൂടാറിയതിന് ശേഷം ഇതിന്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചാറൊക്കെ കുറുകി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി ഞാൻ ഇഷ്ടപ്പെടുന്നു. അതേസമയം കുറച്ചും കൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റിക്കേണ്ട. അതേസമയം ഇതിനേക്കാളും ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വറ്റിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ രുചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്